ഒരു പരിപാടിക്ക് വിളിക്കുവാണല്ലോ, ആ ഒരു പടം എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചപ്പോ പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നു? ഉള്ളഴുക്കിലൊക്കെ വിളിച്ചിട്ട് പോയില്ലല്ലോ, എന്തുകൊണ്ട് വെള്ളമായിട്ടാണ് വിളിച്ചത്? ഞാൻ പെട്ടെന്ന് ആ പാർവതിയുടെ കഥാപാത്രം ചെയ്ത് ചിന്തിച്ചു പോയി. അയ്യോ, ഉർവശി ചേച്ചിയുടെ വേഷത്തിനെ വിളിച്ചത്, പാർവതിയുടെ അല്ല. മാമന്റെ അന്നത്തെ മറ്റേ കവിത പോലെയൊക്കെ എഴുതിയിരുന്ന ഫുള്ള്. പിന്നെ വളർന്നു വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത് കവിത ഒന്നുമല്ല, കവിതയല്ല, ഭയങ്കര വൃത്തി. അശ്ലീലം. നമ്മളെക്കാളും എത്രയോ പടങ്ങൾ ചെയ്ത ആൾക്കാരാ. അപ്പൊ അവരെങ്ങനെയാണോ മമ്മൂട്ടിയെക്കാളും കഴിഞ്ഞു. പഴനിയില് നൻപകൽ നേരത്ത് മയക്കം പടം ഷൂട്ടിംഗ് അടക്കുമ്പം ആ ഹോട്ടലില് തന്നെ ധ്യാൻ. അപ്പം നമുക്ക് വിളിച്ചൊരു ദിവസം പറഞ്ഞു 84 82 ഞാൻ എത്രയോ പടം 30 പടമൊക്കെ ഒരു മാസം ചെയ്തിട്ടുണ്ട്, നീ എന്റെ റെക്കോർഡ് പൊട്ടിക്കാൻ. ഏത് മൂഡ്? മമ്മൂക്ക മൂഡ്. ഒരു വേറെ മൂടാണ്. നമ്മുടെ ഈ പടത്തിന് ഷൂട്ട് കഴിഞ്ഞ് നേരെ ഈ പറഞ്ഞ പളനി പോയി. എന്നിട്ട് ആ ഏരിയ പിടിച്ചു വരുന്നത് കോയമ്പത്തൂർ, പാലക്കാട് നിന്ന് കാസർഗോഡ് പോയി. വെറുതെ അല്ല, കാസർഗോഡ് നിന്ന് കണ്ണൂര്, കാലിക്കട്ട്, മലപ്പുറം, തൃശ്ശൂര്, തിരിച്ചെറണാകുളം വന്നത്. ഇനി ഞാൻ ഇടുക്കി സൈഡാ പോകുന്നത്. തീർന്നു, എല്ലാം സമരം തുടങ്ങുക. ജൂൺ വരെ ഉള്ളൂ. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. പക്ഷെ ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ധ്യാൻ ഇന്റർവ്യൂകളിലോ ഇങ്ങനെയൊക്കെ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. പണ്ടത്തെ ധ്യാൻ എന്ന് പറയുന്ന ഭയങ്കര മാന്യനും സൽസ്വഭാവിയുമായ ധ്യാനായിരുന്നെന്നാണ് വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞ ദിവസം മറ്റേ ഒരു ജാതി ജാതകത്തിന്റെ പ്രൊമോഷൻ സമയത്ത് വിനീതേട്ടനെയും ഒക്കെ ഇരുന്ന ഓരോ കഥകൾ പറയാ ധ്യാനിന്റെ. അച്ഛനും അമ്മയ്ക്ക് അയച്ച ലവ് ലെറ്റർ വരെ ഇങ്ങനെ ക്ലാസ്സിൽ കൊണ്ട് വിതരണം ചെയ്തിരുന്നു. ഇതൊക്കെ ഉള്ളതായിരുന്നു. മാമൻ മാമിക്ക് അയച്ചതെന്ന് പറഞ്ഞത്. മാമൻ മാമിക്ക് അയച്ചത്. ഓ, ഞാൻ വിചാരിച്ച ശ്രീനിവാസൻ സാറ് അമ്മയ്ക്ക് അയച്ചതായിരിക്കും. അതൊന്നും അല്ലല്ലേ? ഇതൊക്കെ സത്യം. എന്താണെങ്കിൽ അതൊക്കെ അതിലെന്താ എന്തൊരു ഹരമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ ആ എറയിലുള്ള ആളാണ്. അന്നങ്ങനെ ആ സമയത്ത് ഇത്രയും വാട്സാപ്പും ബ്ലൂടൂത്തും വെബ്സൈറ്റുകളൊന്നും ഇല്ല. അതെ, അതിന്റെ ഇനി മറുപടി കിട്ടണില്ല. എന്നാ പറഞ്ഞേ? അല്ല, അന്നേ ഇങ്ങനെ ഇത്രയും വാട്സപ്പ് ഗ്രൂപ്പുകളും വെബ്സൈറ്റുകളും ചാനലും ഒന്നുമില്ല. ഈ കത്തൊക്കെ വെച്ച് സന്തോഷം അടയാ. അവൾ ആ എറയിലില്ലാത്ത അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. മറുപടി എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ ആ കത്തിലെ എന്തെങ്കിലും വരികൾ? ഏത് ഇവിടെ ആ എറയിലില്ല? അതൊക്കെ സമ്മതിക്കല്ലേ? ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ജാഥയുടെ ഫോട്ടോയില് ബാക്കി നിൽപ്പുണ്ട്. എറയിലില്ലാന്ന് പറഞ്ഞ അത്രയും ചളിയുണ്ടോ ഇതിനകത്ത്? ആ എറയിലില്ലെന്നോ എന്നുണ്ട് വീണയൊക്കെ? എന്നുണ്ട്? എന്തുകൊണ്ടാണ് നിനക്ക് ആ എറയിലില്ലെന്ന് പറയാൻ കാരണം? നിങ്ങൾ എല്ലാത്തിനെ നിങ്ങൾ പരസ്പരം സപ്പോർട്ട്. ധൈര്യമുണ്ട്, പ്രായം പറ. ധൈര്യമുണ്ട്, പ്രായം പറ. ധൈര്യമുണ്ട്, ധൈര്യമില്ല. പക്ഷെ നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നറിയാമോ? കാരണം നിനക്ക് അങ്ങനെ ഒരു ലെറ്റർ ജന്മത്ത് കിട്ടിക്കാണില്ല. അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒരു എറയിലില്ലാന്ന് തോന്നുന്നത്. അതുകൊണ്ടാ നീ ആ എറയിലായിരുന്നു, പക്ഷെ നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എറയിൽ അതാ പറ്റിയത്. എനിക്ക് അറിയാവുന്ന ഒരു ലവ് ലെറ്ററിൽ 2 വരി എന്ന് പറഞ്ഞു. അയ്യോ, ഇത് കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞു. ഓടിക്കേ, ഇത് പുതിയത് പറയണം ചേട്ടാ. അത് ഞാൻ ഇങ്ങോട്ടല്ലേ ചോദിച്ചത്. മറുപടി കൊടുത്തോ? അല്ല, അത് അന്ധകാലത്താ. പിന്നെ മാമന്റെ അന്നത്തെ മറ്റേ കവിത പോലെയൊക്കെ എഴുതിയിരുന്ന ഫുള്ള്. പിന്നെ വളർന്നു വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത് കവിത ഒന്നുമല്ല, വെറുതെ ഭയങ്കര വൃത്തി. അശ്ലീലം. പിന്നെയാണ് അത് മനസ്സിലായി, തിരിച്ചറിവ് വന്നത്. അങ്ങനെ ആ കൈസേഹോയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നോട് ഇവര് പറഞ്ഞത് ആപ്പ് കേസോട് പ്രൊമോഷനാന്ന്. അത് ഫീമെയിൽ ലീഡ്. അതാണ് എന്താ ഞാൻ ഇങ്ങനെ ഒരു കഥ സിനിമയാക്കാമെന്ന് തീരുമാനിച്ചത് എപ്പോഴായിരുന്നു? സംഭവം നടന്ന് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മളെ കൂട്ടുകാരൊക്കെ ഇതേപോലെ ഒരു ദിവസം ഒരുമിച്ചിരുന്ന സമയത്ത്
അന്ന് ഞാൻ സിനിമയിലൊക്കെ വന്നു. എനിക്ക് തോന്നുന്നു ഞാൻ സാധാരണ അടുത്ത് തന്നെ ഒരു 2000 ആസിഫിനെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാന്ന് വെച്ചതാ. അങ്ങനെ അന്ന് കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു, കുറച്ച് വലുതാക്കി ചെയ്യാം. ആ കാരണം ഇതിപ്പോ നമ്മളൊരു രാത്രി, കാരണം ആ ഇവന്റ് മാത്രമേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇത് കറക്റ്റായിട്ട് ഒരു 1 hour 45 minutes സിനിമയാണ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ. കറക്റ്റ് ആ ഇവന്റും ആ രാത്രിത്തെ സംഭവം. സ്റ്റാറിന്റെ ആവശ്യമില്ല ഈ സിനിമയ്ക്ക്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതുന്ന സിനിമയിൽ നമ്മൾ തന്നെ ലീഡ് ചെയ്ത് അഭിനയിക്കുക എന്നുള്ളതിനപ്പുറം ഇതെല്ലാവരുടെയും സിനിമ ഈ പറഞ്ഞ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്യാരക്ടർ. സോ ആസിഫ് എന്നുള്ളൊരു ഓപ്ഷൻ ആ സമയത്ത് സ്റ്റാർ ചെയ്താലേ ഇതിലെ പ്രശ്നങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഇയാൾ ഊരി പോകുമെന്ന് നമുക്ക് തോന്നാം. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ട്രാഫിക് എന്ന് പറയുന്ന സിനിമയില് നമ്മുടെ ടെൻഷന്റെ പ്രധാന കാരണം ആ വണ്ടി ശ്രീനേട്ടൻ ഓടിക്കുന്നതാണ്. അതിവിടെ അല്ലേ, ട്രാഫിക്കിലെ വണ്ടി ഒരു ലാലേട്ടനോ മമ്മൂക്കിയൊക്കെയാണ് ആ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഇത് എത്തും എന്നുള്ളതിൽ നമുക്കൊരു സംശയം. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുക വണ്ടി അവിടെ എത്തുമെന്ന്. ശ്രീനേട്ടൻ ഈ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വണ്ടി അവിടം വരെ എത്തുമെന്നൊരു ടെൻഷൻ ഈ മുഴുവൻ പടത്തിലുള്ളത്. കാരണം സീരിയസ് ആയിട്ട് ഒരു കാസ്റ്റിങ്ങിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഈ സിനിമ പറയുന്ന ഒരു വിഷയം വളരെ സാധാരണത്വമുള്ള, ഇപ്പോഴും വളരെ സാധാരണത്വമുള്ള ചെറുപ്പക്കാരുടെ ഒരു കഥയാകുന്നതിനകത്ത് അങ്ങനെ ഒരു ഹീറോ കാസ്റ്റിംഗ് വന്നാൽ ഇതിലെ പ്രശ്നം ചിലപ്പോൾ സോൾവ് ചെയ്യപ്പെടും എന്നൊരു തോന്നലുണ്ടാകാം. അതും കൂടെ കൊണ്ടാണ് അത്തരത്തിലൊരു സ്റ്റാറിലോട്ട് വാങ്ങിയെന്നാണ് എനിക്ക് മനസ്സിലായത്. ജീവയോട് എങ്ങനെയായിരുന്നു ഇപ്പൊ കഥ വിളിച്ചു പറഞ്ഞത്? ജീവനെ നേരത്തെ അറിയായിരുന്നു? എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ കുറച്ച് കള്ളത്തരവും കുറച്ച് ഹൈപ്പറായിട്ടുള്ള, ഞാൻ കണ്ടിരുന്ന അല്ലെങ്കിൽ ശരിക്കുള്ള റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സിലും ഒരു ജീവയുടെ ഒരു സ്വഭാവവും ശൈലിയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം അത്തരത്തില് സ്വഭാവം ഇവന്റെ ജീവിതത്തിലും ഉണ്ട്. തീർച്ചയായിട്ടും അത് ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി സത്യം പറയോ, എന്തായിരുന്നു എന്നെ വിളിച്ചത്? നമ്മൾ എങ്ങനെയും പടത്തെ പറ്റി ഒന്ന് പറഞ്ഞ് കയറ്റി വെക്കാന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവള് കേറുന്നുണ്ട്. എനിക്ക് പടത്തിന് ഞാനും ഉണ്ടല്ലോ, അതുകൊണ്ടാ. എത്ര വലിയ ബുദ്ധിയുള്ള ആൾക്കും ചില അബദ്ധങ്ങൾ പറ്റും. പറഞ്ഞില്ല ആ ഒരു ഓളം കിട്ടണം തിയേറ്ററിൽ, അതിനു വേണ്ടി. പക്ഷെ അന്ന് ഇന്നിപ്പൊ നീ ഇപ്പൊ ഞാൻ ആലോചിച്ച സമയത്ത് നിന്റെ ഏരിയ മാത്രം റിവീൽ ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചത്. കാരണം അന്ന് വീണ കുറച്ച് മുന്നേ സ്റ്റാറാ, കുറച്ച് മുന്നേ. പക്ഷെ ആൾക്കാർക്കിടയ്ക്കും എല്ലാവർക്കും സംസാര വിഷയമായിരുന്നു. ഇന്നും ആണ്, പക്ഷെ വേറെ രീതിയിലാണ്. അതുകൊണ്ട് അന്നും വേറൊരു രീതിയിലായിരുന്നു അതൊക്കെ വിളിച്ച സമയത്ത്. അപ്പൊ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നിപ്പോ നമ്മൾ വിചാരിച്ചത് വീണേനെ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യണ്ട, വീണയുള്ളത്. കാരണം തിയേറ്ററിൽ വരുമ്പോ എല്ലാരും കൈയടിച്ചതാവും. ഇപ്പൊ വീണയുള്ളത് പറഞ്ഞില്ലെങ്കിൽ ഞെട്ടല. ഇപ്പൊ നമ്മള് നേരത്തെ ഇത് നേരത്തെ ഡിസ്ക്ലൈമർ വെക്കണം. നീ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് നിന്നെ കാണാനുള്ള ഒരു ആദ്യം ഉണ്ടാവും പ്രേക്ഷകർക്ക്. ഇപ്പൊ അതില്ല. നിങ്ങൾ എല്ലാവരോടും എനിക്ക് എന്തായാലും ആപ്പ് വെക്കണം എന്ന് പറഞ്ഞോണ്ടാണോ വന്നത്? എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് തിന്നുന്നൊന്നുമല്ല, നല്ല പ്രൊമോഷൻ നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ. ഒന്നും പോലും കട്ടിയൂല, ഉറപ്പാ. മനസ്സിലിപ്പോ ആലോചിക്കുന്നത് അറിയാമോ, 1 million MG റോഡിൽ മറ്റേ ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് സന്തോഷമുണ്ട്. ചുമ്മാ ഇടുന്നതല്ലേ. പക്ഷെ പിന്നെ സിനിമയ്ക്ക് പൈസ തന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയെങ്കിലും സന്തോഷിക്കണ്ട ചേട്ടാ. ആ സിനിമയുടെ ഇന്റർവ്യൂ എടുത്തെങ്കിലും കുറച്ച് പൈസ സത്യം പറയട്ടെ, ഞാൻ അത് തന്നെ ചിന്തിച്ച് നിനക്ക് അങ്ങനെയെങ്കിലും ആ വഴിയെങ്കിലും നിനക്ക് കുറച്ച് കാശ് കിട്ടട്ടെ. കുറച്ചൊന്നും അല്ല കേട്ടോ, ഇപ്പൊ തന്നെ ആയി. ഇപ്പൊ തന്നെ 3 പടം ചെയ്തതിന്റെ കാശായി. ഇവിടെ യൂട്യൂബ് വിൽക്കുന്നുണ്ടോ? ആദ്യം ഇവിടെ ആങ്കർ ചെയ്ത ചാനലിൽ നിന്ന് മാറി സ്വന്തമായിട്ട് തുടങ്ങി. ഇപ്പൊ യൂട്യൂബ് വിൽക്കുന്നുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വിൽക്കുവാണെങ്കിൽ മുഴുവൻ മേടിച്ചോളാന്ന് പറഞ്ഞത്. ആ ലെവലിലായി കാര്യങ്ങള്. നിങ്ങളൊരു കാര്യം അല്ല, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ധ്യാൻ ഇനി അങ്ങോട്ടും കൂടെ ഇറങ്ങാനുള്ളൂ. എന്നെ വിളിച്ചൊരു ദിവസം ചോദിക്കുക, അതായത് ഞാൻ ഇനി ഒരു യൂട്യൂബ് ചാനലോട് തുടങ്ങുന്നതിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം എന്ന്. ഞാൻ പരമാവധി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്. അതാണ്. പക്ഷേ രമേശ് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ കമ്പനിക്കുണ്ട്. അതെ, എന്റെ കമ്പനി തന്നെയാ. അല്ലാതെ ഞാൻ അങ്ങനെ വ്ളോഗ് ഒന്നും ചെയ്ത് നടക്കുന്ന പരിപാടികൾ ഇല്ല. യൂട്യൂബ് ചാനലുണ്ട്. നല്ല പൈസ ഒക്കെ ഉണ്ടാക്കിണ്ടല്ലേ? അത് യെസ് രാജ് ഫിലിംസിനുണ്ട്, യൂണിവേഴ്സൽ സ്റ്റുഡിയോയ്ക്കുണ്ട്, അത് എനിക്കും ഉണ്ട്. അതുകൊണ്ട് അത് നിങ്ങളായിട്ട് കമ്പയർ ചെയ്യല്ലേ.
എനിക്കുണ്ടോ പിന്നെ ഏതായാലും ആപ് കൈസേ ഹോ ഫെബ്രുവരി 28 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കേരളം മുഴുവനും ഇല്ലേ ചേട്ടാ? ഇത് കഴിഞ്ഞിട്ട് നീ ബാക്കിയുള്ള ഇന്റർവ്യൂവിന് നീ വേണം ഇങ്ങനെ നടുവിലിരുന്ന് ഇതുപോലെ കഥാപാത്രത്തിനെ കുറിച്ച് പറയാൻ, ശമ്പളം കിട്ടാത്തതിനെ കുറിച്ച് പറയാൻ. ഇല്ല, ഇവർക്ക് വേറെ ഒരു യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും കിട്ടുന്ന ഇഷ്ടമല്ല. വേറെ ഒരു യൂട്യൂബ് ചാനലിൽ ഒന്നും കിട്ടരുത് എന്നുള്ള നമ്മുടെ എക്സ്ക്ലൂസിവിറ്റി പോകരുത്, അതാണ് നമ്മുടെ ആവശ്യം. ഏതായാലും ഇപ്പൊ ഫെബ്രുവരി 28 ആപ് കൈസേ ഹോ തിയേറ്ററിലേക്ക് എത്തുകയാണ്. കൺക്ലൂഡ് ഇല്ല, കുറച്ചുകൂടെ നല്ലത് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. തത്തുല്യമായിട്ട് നിന്റെ ഒരു പ്രതീക്ഷ എന്താണ് ഈ സിനിമയെ ചേട്ടൻ വിളിക്കുമ്പോ ചേട്ടൻ ഒരു പരിപാടിക്ക് വിളിക്കുവാണല്ലോ, ആ ഒരു പടം എന്ന് പറഞ്ഞാൽ വന്നു ഞാൻ വിളിച്ചപ്പോ പൈസ ഇല്ലെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നു? അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. അല്ല ഞാൻ ഉള്ളൊഴുക്കിലൊക്കെ വിളിച്ചിട്ട് പോയില്ലല്ലോ. വെള്ളമായിട്ടാണ് വിളിച്ചത്. ഉണ്ടാവുന്നാണോ? വെള്ളമായിട്ടാണോ ആ പാർവതിയുടെ കഥാപാത്രം ചെയ്ത് ചിന്തിച്ചു പോയി. അയ്യോ, ഉർവശി ചേച്ചിയുടെ വേഷത്തിനെ വിളിച്ചത്, പാർവതിയുടെ അല്ല. ഉർവശി ചേച്ചിയുടെ വേഷത്തിനെ വിളിച്ചത്, പാർവതിയുടെ വേഷമല്ല. എന്തായാലും തിരിച്ചു വരും, മടങ്ങി വരും, ചോദിക്കും രണ്ട് മാഡം. ഞങ്ങളുടെ അതെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ കണ്ടന്റ് ആവശ്യത്തിനായില്ലേ ഇനി ഈ പടം ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അതിനുവേണ്ടി ഞങ്ങളുടെ സമയവും അധ്വാനവും കളഞ്ഞ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച് ഉറക്കം തിന്ന ഒരു പടം വരികയാണ്. അതെങ്ങനെയെങ്കിലും ജനങ്ങൾ കാണണം, കണ്ടാല് നന്നാവും. അതിനുള്ള സാധ്യതകളുള്ളതുകൊണ്ടാണല്ലോ ഇത്ര അധ്വാനിച്ചിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ചെയ്യും, കുറച്ച് കർത്തവ്യം ചെയ്യണോ താൻ? അല്ല ഇതിൽ അതെങ്ങനെ ചെയ്യും? ഇതിൽ ഞാൻ എങ്ങനെയാണ് ചെയ്തു തരാം? എനിക്ക് എങ്ങനെ വേറൊരാളെ എങ്ങനെ പറഞ്ഞു കയറ്റി വിട്ടിട്ട് പറ്റണില്ല. രണ്ട് കാര്യം എന്തൊക്കെയാ ഞാൻ പറഞ്ഞു. ധ്യാൻ എഴുതിയ ധ്യാന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ചിട്ട് സുഹൃത്തിന്റെ ധ്യാൻ കേട്ട് പരിചയമുള്ള ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്നാണ് പറയുന്നത്. അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു കഥയാണ്. കഥ സംഭവിക്കാവുന്ന കഥകളാണ്. സംഭവിക്കുമ്പോൾ അത്രയൊക്കെ ടെൻഷനാണെങ്കിലും പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് നർമ്മമായിട്ട് തോന്നുന്ന നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ ഉണ്ടാകാവുന്ന തരത്തിലുള്ള ഒരു കഥ. വളരെ ജെന്യൂനായിട്ട് ഇതിൻ്റെ സംവിധായകൻ വിനയ് എന്ന് പറയുന്ന ഒരുപാട് ചിത്രങ്ങളിൽ അസിസ്റ്റൻറ്റും അസോസിയേറ്റും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് വിനയ്. വിനയുടെ ആദ്യത്തെ സിനിമയിൽ അവൻ്റെ ഒരു ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അത് അവൻ സിൻസിയറായിട്ട് ഫസ്റ്റ് പടം എന്നുള്ള നിലയിൽ വളരെ സിൻസിയറായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങളെല്ലാവരുടെയും പിന്തുണയുണ്ട്. ഈ ഇൻ്റർവ്യൂ ഒക്കെ കാണുന്ന പോലുള്ളൊരു ഫൺ മോഡൽ വളരെ രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു നല്ല പടമാണ്. കാരണം എന്താ അറിയോ, വിനീതായിട്ടെന്നെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴത്തേക്കും നിന്റെ ഒരു പടം ഇറങ്ങുന്നുണ്ടെന്ന് കേട്ടല്ലോ, ആപ് കൈസേ ഹോ. നിന്റെ കാര്യം ഇനി പറയാൻ പറ്റില്ല. സിനിമയിലോട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ മനുഷ്യ. പിന്നെ അവിടെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു നിന്റെ പടം നന്നായി. അല്ല ഒരു പടം ഇറങ്ങുന്നുണ്ടല്ലോ. പക്ഷെ അല്ല എന്ന് പറഞ്ഞോട്ടെ, ഞാൻ നല്ല കാര്യം പറയാൻ തുടങ്ങുന്നു. ആ മൂടങ്ങ് കളഞ്ഞു. പറഞ്ഞ വിനയാണ് ഡയറക്ട് ചെയ്യുന്നതുള്ളതുകൊണ്ട് ആ പടത്തെ കുറിച്ച് കുറച്ച് പ്രതീക്ഷ എനിക്കുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. വിനയം നല്ലതാണ്, എന്റെ എഴുത്ത് നല്ലതാണ്, പടം നല്ലതാണല്ലോ. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ വരാതിരുന്നതല്ല, അവർ തിരക്ക് കാരണം. പക്ഷെ നമുക്ക് തിരക്കില്ലാന്നല്ല. പെട്ടെന്നൊരു കാര്യം കേട്ടെ, പ്രീസ്റ്റിലെ മമ്മൂക്കയുടെ കൂടെ അത് കഴിഞ്ഞ് ആപ് കൈസേ ഹോയിലെ ധ്യാൻ ചേട്ടന്റെ കൂടെ എന്താണ് ആ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്തത്? ആപ് കൈസേ ധ്യാൻ ചേട്ടൻ മാത്രമല്ലല്ലോ. അല്ലല്ല, ഇവര് രണ്ടുപേരും മെയിൻ ക്യാരക്ടേഴ്സ് ഉള്ള രണ്ടുപേര്. എന്താണ് ഇവർ തമ്മിലുള്ള ഒരു സിമിലാരിറ്റി? പറയും ജീവ പറയും, ജീവയ്ക്ക് അതൊക്കെ അറിയാം. ഇവൻ പറയട്ടെ എന്നിട്ട് വേണം രണ്ടെണ്ണം പറയാൻ. ഒന്നുമില്ല, നമുക്ക് ഇത്രേ ഉള്ളൂ. നമ്മളെക്കാളും എത്രയോ പടങ്ങൾ ചെയ്ത ആൾക്കാരെ. അപ്പൊ അവരെങ്ങനെയാണോ കഴിഞ്ഞു അത് നോക്കണ്ട, പടത്തിന്റെ എണ്ണം വെച്ചിട്ട് പറയണ്ട, ബാക്കി പറ. ഞാന് നമ്മള് പഴനിയിൽ നൻപകൽ നേരത്ത് മയക്കം പടം ഷൂട്ടിംഗ് നടക്കുമ്പം ആ ഹോട്ടലില് തന്നെ ഇവന്റെ ഒരു പടം പഴനിയിൽ നടക്കുന്നത്. പഴനിയില് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പറയാം ഒരു കാര്യം. അപ്പൊ നമുക്ക് വിളിച്ചൊരു ദിവസം പറഞ്ഞു 84 82 ഞാൻ എത്രയോ പടം 30 പടമൊക്കെ ഒരു മാസം ചെയ്തിട്ടുണ്ട്. നീ എന്റെ റെക്കോർഡ് പൊട്ടിക്കും. അല്ല, ആപ് കൈസേ ഷൂട്ട് കഴിഞ്ഞിട്ട് ധ്യാൻ ചേട്ടൻ നേരെ
ഒരു വർഷം 83 84 നമുക്ക് 36 പടം 34 പടം. ഒരു ഓണത്തിന് അദ്ദേഹത്തിന്റെ 4 പടം റിലീസായിട്ടുണ്ട്. ഒരു ഓണത്തിന് 4 പടം, 4 മമ്മൂക്ക ഇന്നും നാളെയായിട്ട്. 85, 86, 87 3 വർഷം കൊണ്ട് 92 സിനിമകളുണ്ട്. 92 അല്ലെ 93. അതായത് ഒരു വർഷം ആവറേജ് 30. അതുപോലെയാണ് ഇപ്പൊ ധ്യാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഏത് മൂഡ്? മമ്മൂക്ക മൂഡ്. ഒരു വേറെ മൂടാണ്. നമ്മുടെ ഈ പടത്തിന് ഷൂട്ട് കഴിഞ്ഞ് നേരെ ഈ പറഞ്ഞ പളനി പോയി, അവിടുന്ന് കോയമ്പത്തൂര്, എന്നിട്ട് ആ ഏരിയ പിടിച്ചു വരുന്നത്. കോയമ്പത്തൂർ, പാലക്കാട്, പാലക്കാട് കാസർഗോഡ് പോയി. വെറുതെ അല്ല, കാസർഗോഡ് നിന്ന് കണ്ണൂര്, കാലിക്കട്ട്, മലപ്പുറം, തൃശ്ശൂര്, തിരിച്ച് എറണാകുളം വന്നിട്ട് ഇനി ഞാൻ ഇടുക്കി സൈഡാ പോകുന്നത്. അങ്ങനെ പോയി 14 ജില്ലയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെന്തോ പക്ഷെ എങ്ങനെ തീർന്നു, എല്ലാം സമരം തുടങ്ങുക. ജൂൺ വരെ ഉള്ളൂ, ജൂൺ വരെ ഉള്ളൂ, കഴിഞ്ഞ്. പക്ഷെ ധ്യാനധികം പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല, അവിടെ എല്ലാ സിനിമയിലും അഭിനയിക്കുന്ന ധ്യാൻ തന്നെ പറയുന്നത് അല്ലേ? സത്യം, തീർച്ചയായും. അല്ലെ അങ്ങനെയാണ് ഒരുപാട് സിനിമകൾ. കാരണം ശമ്പളം കുറക്കാൻ പറയാ, ഞാൻ ശമ്പളം കുറച്ച് എനിക്ക് ശമ്പളമേ ഇനിയിപ്പോ അങ്ങോട്ട് കൊടുക്കാനേ ബാക്കിയുള്ളൂ. ചേട്ടന്റെ അവസ്ഥ എങ്ങനെ തന്നെയാണോ? എനിക്കില്ലല്ലോ, ഞാൻ സ്വന്തമായിട്ട് സ്റ്റേജിലും വിദേശത്തും വേറെ പരിപാടികളൊക്കെ ചെയ്ത് ജീവിക്കാണല്ലോ. ഞാൻ അവൻ ഈ ഗാന്ധിജി ചർക്കയിൽ നൂറ്റെടുത്ത പോലെ അവനവനുള്ളത് അവനവൻ നൂറ്റെടുത്ത് അവനവൻ ജീവിക്കുകയാണ്. കൂടുതൽ സമയം വിദേശത്താണെന്നാണ്. അതാണ് അജിച്ചേട്ടന്റെ അവസ്ഥ. പക്ഷെ അത് അജിച്ചേട്ടന്റെ അവസ്ഥ കൂട്ടത്തി സാമാന്യം ഒരുപാട് സീരീസുകളിൽ പോലീസായിട്ടും അതായിട്ടും ഇതായിട്ടും ഏത് ട്രെയിലർ കണ്ടാലും അതിൽ പലതരത്തിലും ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇവനൊക്കെ പടം ഉള്ളത് അവനാ. ഞാൻ അത് തന്നെ പറയാ. എന്താ ഞങ്ങൾ ഒക്ടോബർ തൊട്ട് വെറുതെ ഇരിക്കുക. അത് ഞാനോ? അല്ലല്ല, ഞാൻ ഡിസംബർ നവംബർ. ഞാൻ സോഫിയ പോലെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം ചെയ്തില്ലേ നവംബർ. ഞാൻ റിച്ച് എപ്പോഴും എന്നെ അങ്ങനെ കൂട്ടല്ലേ. അതെ, ഒരു കാര്യം, നമ്മൾ ഇനി ഇന്റർവ്യൂ നീട്ടിക്കൊണ്ട് പോയാലും ഇവന്റെ ഷർട്ടിന്റെ പാടം കൂടും. അത് റീൽസിന് നിക്കില്ല. അത് ഇപ്പോഴാണ് 1 മണിക്കൂറത്തെ കണക്കുള്ളൂ. ഞാൻ പുള്ളിക്കാരത്തെ അവിടെ നിന്ന് കരയുന്നുണ്ട്, ഷർട്ട് വേറെ എടുത്ത് കൊടുക്കാൻ നേരിട്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് അപ്പം തിയേറ്ററിൽ പോയി എല്ലാരും പടം കാണും. വീണയുടെ പടം മീറ്റർ കൂടുതൽ. അപ്പൊ ഫെബ്രുവരി 22 എല്ലാവരും തിയേറ്ററുകളിലേക്ക് എത്തട്ടെ, സിനിമ വിജയമാകട്ടെ. വിഷിംഗ് എവരിവൺ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അല്ലെ, എന്റെ ഒരു ആദ്യത്തെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമ. ഇനി ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യും. സീരിയസ് ആയിട്ട് വീണ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ആദ്യമായിട്ട് എന്തെങ്കിലും നല്ലത് പറഞ്ഞല്ലോ, സന്തോഷമായി. ആ ഒരു നല്ല നോട്ടിൽ ഞങ്ങൾ ഇന്റർവ്യൂ. അതൊക്കെ ഒരു അനുഭവം. വലിയ സ്ക്രീനിൽ നമ്മളെ ആദ്യമായിട്ട് കാണുന്നതൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നതിന് പ്രേക്ഷകരോട് നീ പറ. അതാണ്, എല്ലാവരും ആ കൈസേ ഹോ തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ഇതൊരു അപേക്ഷയാണ്. മറ്റ് ധ്യാൻ സിനിമകൾ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയല്ല, ഇതിന് എനിക്കൊരു സ്പെഷ്യൽ പേഴ്സണൽ ടച്ച് കൂടെ ഉണ്ട്. താങ്ക് യു. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.